ഇന്റർനെറ്റ് വന്നാൽ ഇസ്ലാമിന്റെ അവസാനമാകുന്നൊക്കെ കുറെ ആൾക്കാരൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ എനിവേ നമുക്ക് കഴിഞ്ഞ ദിവസം ഒരു ക്ലബ് ഹൗസിലെ ചർച്ചകളൊന്നും ഇപ്പം വല്ലാതെ ശ്രദ്ധിക്കുക, അങ്ങനെ ഒരു പാരലൽ യൂണിവേഴ്സ് ഉള്ള കാര്യം തന്നെ മറന്നുപോയിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസം ഒരു ക്ലബ് ഹൗസിന്റെ ചർച്ചയുടെ ലിങ്ക് ഒരാൾ അയച്ചു തന്നു. നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ ലൈവായിരുന്നതൊന്ന് കേട്ടോക്കാം എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഇന്റർനെറ്റ് വഴി ഇസ്ലാമിന്റെ അദ്യമാണോ അതല്ല വേറെന്തെങ്കിലുമൊക്കെയാണോ സംഭവിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ തന്നെ AI പടവെട്ടുന്ന നിരീശ്വരവാദികളെ കുറിച്ച് സംസാരിച്ചിരുന്നു. എന്നുവെച്ചാൽ ലൈവായിട്ട് ഗ്രോക്കിനോടും അതുപോലെ തന്നെ ChatGPT ചോദിച്ച് വളരെ കൃത്യമായി തന്നെ ലൈവായിട്ട് വാങ്ങിയിട്ടുള്ള നിരീശ്വരവാദികളുടെ കാര്യമൊക്കെ നമ്മൾ കണ്ടിരുന്നു. അത് നമ്മൾ ലൈവായിട്ട് തന്നെ റിയാക്ട് ചെയ്യുകയും ചെയ്തിരുന്നു. അത് നിങ്ങൾ ഓൾറെഡി വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇപ്രാവശ്യം നമ്മുടെ മുമ്പിലേക്ക് വരുന്നത് കുറച്ച് കൃസംഗികളായിട്ടുള്ള ആളുകളാണ്. അവർ ക്ലബ് ഹൗസിൽ ലൈവായിട്ട് ജെമിനിയോട് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. നമുക്കതൊന്ന് കണ്ടു നോക്കാം എന്നുള്ളതാണ്. യെസ്, ഇനി ചോദിച്ചോ, ആർക്കാണ് ചോദിക്കേണ്ടത്? ഹജ്ജറുൽ അസ്വദാണ് വിഷയം. ഓക്കെ, നമുക്ക് ഇങ്ങനെ ചോദിച്ചു തുടങ്ങാം. ജെമിനി കേൾക്കാമോ? ഹലോ ജെമിനി, കേൾക്കാമോ? തീർച്ചയായും ചോദിച്ചു. ഓക്കെ, ചോദ്യം ഇതാണ്. ഈ ഹജ്ജറുൽ അസ്വദിനെ മുത്തിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ തൊട്ട് കഴിഞ്ഞാൽ പാപം മോചിക്കും എന്നുള്ള ഹദീസുകളുടെ റെഫറൻസ് ആദ്യമേ തന്നെ ഒന്ന് തരാമോ? തീർച്ചയായും. ഹജറുൽ അസ്വദിനെ സ്പർശിക്കുന്നത് അല്ലെങ്കിൽ ചുംബിക്കുന്നത് പാപമോചനത്തിന് കാരണമാകും എന്നതിനെ കുറിച്ച് ഹദീസുകളിൽ പരാമർശങ്ങളുണ്ട്. ഉദാഹരണത്തിന് തിർമിദിയിലെ ഒരു ഹദീസ് പറയുന്നു, ഹജറുൽ അസ്വദ് സ്വർഗത്തിൽ നിന്നുള്ള ഒരു കല്ലാണ്, അത് പാപങ്ങളെ തുടച്ചു നീക്കും. സമാനമായ ഹദീസുകൾ നസായിലും ഇബ്നു മാജയിലും കാണാം. നിങ്ങൾക്ക് ഈ ഹദീസുകളുടെ കൃത്യമായ റെഫറൻസ് ആവശ്യമുണ്ടോ? ആവശ്യമുണ്ട്. തീർച്ചയായും. ഇമാം തിർമിദി റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസ് ഇങ്ങനെയാണ്: ഹജറുൽ അസ്വദ് സ്വർഗത്തിൽ നിന്നാണ്, അതിന് വെളുത്ത നിറമുണ്ടായിരുന്നു, പാപങ്ങളാണ് അതിനെ കറുപ്പിച്ചത്. തിർമിദി ഹദീസ് നമ്പർ 877. സമാനമായി നസായിലെ ഒരു ഹദീസ് പറയുന്നു, ഹജറുൽ അസ്വദ് സ്പർശിക്കുന്നത് പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാണ്. നസായി ഹദീസ് നമ്പർ 2093. കൂടാതെ ഇബ്നു മാജയിലും ഇതുപോലുള്ള ഹദീസുകൾ കാണാം. താങ്കൾക്ക് ഈ ഹദീസുകളുടെ കൂടുതൽ വിശദാംശങ്ങൾ ആവശ്യമുണ്ടോ? ഇല്ല. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്, അപ്പം ഇസ്ലാമിക വിശ്വാസം അനുസരിച്ച് പാപം മോചിക്കാൻ കഴിയുന്നത് ആർക്കാണ്? ഇസ്ലാമിക വിശ്വാസം അനുസരിച്ച് പാപങ്ങൾ മോചിക്കാൻ കഴിയുന്നത് അള്ളാഹുവിന് മാത്രമാണ്. ഹദീസുകളിൽ പറയുന്ന ഹജറുൽ അസ്വദിനെ സ്പർശിക്കുന്നതിലൂടെയുള്ള പാപമോചനം അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെയും പ്രത്യേക അനുഗ്രഹത്തിന്റെയും ഭാഗമായാണ് മനസ്സിലാക്കേണ്ടത്. അത് അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുന്നതിനും സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതിനും തുല്യമായി കണക്കാക്കപ്പെടുന്നു. ഓക്കെ, ശരി. അപ്പം ഈ അള്ളാഹുവിന്റെ പാപമോചനം എങ്ങനെയാണ് കല്ലിൽ കൂടി നടത്തുന്നത്, അതൊന്ന് പറയാമോ? ഇസ്ലാമിക കാഴ്ചപ്പാടിൽ അള്ളാഹുവിന്റെ പാപമോചനം കല്ലിലൂടെ അല്ല നടക്കുന്നത്. ഹജറുൽ അസ്വദ് എന്നത് ഒരു പ്രതീകമാണ്. അതിനെ സ്പർശിക്കുന്നത് അല്ലെങ്കിൽ ചുംബിക്കുന്നത് വിശ്വാസത്തിന്റെയും അള്ളാഹുവിനോടുള്ള വിധേയത്വത്തിന്റെയും അടയാളമാണ്. ഈ പ്രവൃത്തിയിലൂടെ വിശ്വാസികൾ അള്ളാഹുവിനോട് കൂടുതൽ അടുക്കുകയും പാപങ്ങൾ പൊറുക്കണമെന്ന് ആത്മാർത്ഥമായി അപേക്ഷിക്കുകയും ചെയ്യുന്നു. അള്ളാഹുവാണ് തുല്യ തീരുമാനമെടുക്കുന്നത്. പക്ഷെ ഈ ഹദീസുകൾ ശക്തമായി പറയുന്നുണ്ടല്ലോ, ഈ കല്ലുകളിൽ തൊട്ട് കഴിഞ്ഞാൽ പാപം മോചിക്കപ്പെടുമെന്ന്. അപ്പോൾ എങ്ങനെയാണ് ഇപ്പം നിങ്ങൾ പറഞ്ഞ എക്സ്പ്ലനേഷൻ മാച്ച് ആവുന്നത് അവിടെ? ഹദീസുകളിലെ പരാമർശങ്ങൾ അള്ളാഹുവിന്റെ കാരുണ്യത്തിലേക്കും പാപമോചനത്തിലേക്കുമുള്ള ഒരു സൂചനയാണ്. കല്ല് സ്വയം പാപങ്ങൾ മായ്ച്ചു കളയുന്നില്ല, മറിച്ച് ആ പ്രവൃത്തിയിലൂടെ വിശ്വാസി അള്ളാഹുവിനോട് അർപ്പിക്കുന്ന ഭക്തിയും ജെമിനി ഇത് കേൾക്കൂ. ഇത് ജെമിനിയുടെ എക്സ്പ്ലനേഷൻ ആണ്, എനിക്കതല്ല വേണ്ടത്. ആ ഹദീസുകളിലെ പരാമർശമാണ് എനിക്കറിയേണ്ടത്. ജെമിനിയുടെ കയ്യിൽ നിന്ന് എനിക്കൊന്നും വേണ്ട. അതായത് ജെമിനി ഓൾറെഡി പറയുന്നത് ജെമിനിയുടെ കൈവിലുള്ള കാര്യമൊന്നുമല്ല. അതായത് എന്താണ് കാര്യമാണ് പറയുന്നത്. അതായത് ഇവിടെ കല്ല് അല്ല യഥാർത്ഥത്തിൽ പാപം പൊറുക്കുന്നത്, മറിച്ച് അതിനെ എന്ത് ചെയ്യാണ്, ഇസ്ലാമിന്റെ ഒരു കൽപ്പനയാണത്. ആ കൽപ്പന അനുസരിക്കുന്നതിലൂടെ പടച്ചോന്റെ അടുത്താണ് എന്ത് ചെയ്യുന്നത്, പാപമോചനമാകട്ടെ അല്ലെങ്കിൽ കാരുണ്യമാകട്ടെ കിട്ടുന്നത്. ഇത് ഏതൊരു കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. നമ്മൾ നിസ്കരിക്കുമ്പോൾ പാപമോചനം തേടിയാൽ
ആ നിസ്കാരം കൊണ്ടല്ല, നിസ്കാരമല്ല നമുക്ക് പാവം പുറത്തു തരുന്നത്, പടച്ചോനാണ് പുറത്ത് അതുപോലെ തന്നെ ബലി അതെ. ചെയ്യുമ്പോൾ, അതായത് ആ മൃഗത്തെ അറക്കുമ്പോൾ ആ മൃഗത്തെ അറക്കുക എന്നുള്ള കാര്യം കൊണ്ടോ അല്ലെങ്കിൽ മൃഗത്തെ കൊണ്ടോ അല്ല നമ്മൾ എന്ത് ചെയ്യുന്നത്, പാപം പൊറുക്കുകയോ അല്ലെങ്കിൽ പുണ്യം ലഭിക്കുകയോ ചെയ്യുന്നത്, മറിച്ച് അത് പടച്ചവന്റെ കൽപ്പനയുടെ ഭാഗമായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ജമിനി വളരെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കേണ്ടത്. അതായത് ഇങ്ങനെ ചെയ്യുമ്പോൾ പടച്ചോനുള്ള ഭക്തി പ്രകടിപ്പിക്കാണ്, പടച്ചോനുള്ള സമർപ്പണം വിധേയത്വം പ്രകടിപ്പിക്കാണ്, അതിന് പടച്ചോൻ പുറത്തു കൊടുക്കുകയാണ് ചെയ്യുന്നത്. എത്ര പറഞ്ഞിട്ട് ഇയാൾക്ക് മനസ്സിലാവും? ജമിനിയോട് തട്ടിക്കേറാണ്. എനിക്ക് വേണ്ടത് പ്യൂർലി ബേസ്ഡ് ഓൺ ദാറ്റ് ഹദീദ്, ഈ കല്ലുകൾ പാപം മോചിക്കുന്നു എന്നല്ലേ അവിടെ പറഞ്ഞിരിക്കുന്നത്. മൂപ്പർക്ക് അങ്ങനെ തന്നെ വേണം. ഹദീസുകളിൽ അങ്ങനെ പരാമർശമുണ്ട് എന്നത് വസ്തുതയാണ്. തിർമിദിയിലെയും നസായിലെയും ഹദീസുകൾ നേരിട്ട് പാപമോചനത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഈ പരാമർശങ്ങളെ വ്യാഖ്യാനിക്കുന്നതിലാണ് വ്യത്യാസങ്ങൾ വരുന്നത്. വ്യാഖ്യാനം എന്താണെന്ന് അറിയണ്ട. ഈ ഹദീസുകളിൽ ഡയറക്റ്റ് ആയിട്ട് പറയുന്നു ഈ കല്ലുകൾ പാപം മോചിക്കുമെന്ന്. അപ്പോൾ ഈ കല്ല് അള്ളാഹുവിന് തുല്യമായില്ലേ? ഈ പ്യൂർലി ബേസ്ഡ് ഓൺ ദിസ് ഹദീസ് ഓൺലി, ഈ ഹദീസിനെ ബേസ് ചെയ്ത് മാത്രം ഈ കല്ലുകൾ പാപം മോചിക്കും എന്ന് പറയുമ്പോൾ ഈ കല്ല് അള്ളാഹുവിന് തുല്യമായില്ലേ? ഇല്ല, ഇസ്ലാമിക വിശ്വാസം അനുസരിച്ച് അങ്ങനെ പറയാനാവില്ല. ഹദീസുകളിൽ പാപമോചനത്തെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിലും അത് അള്ളാഹുവിന്റെ അനുമതിയുടെയും കാരുണ്യത്തിന്റെയും ഭാഗമായാണ് കണക്കാക്കുന്നത് എന്താണെന്നല്ലല്ലോ ജമിനി ഞാൻ ചോദിക്കുന്നത്. ഞാൻ ചോദിച്ച ചോദ്യം ഇത്രയല്ലേ ഉള്ളൂ. ഈ ഹദീസുകൾ വ്യക്തമായി പറയുന്നു ഈ കല്ല് പാപം മോചിക്കുമെന്ന്. കറക്റ്റ് അല്ലേ? അതെ, ഹദീസുകളിൽ അങ്ങനെ പറയുന്നുണ്ട്. ഓക്കെ, ഇനി അവിടെ നിൽക്കുക. ഓക്കെ, ഹദീസുകളിൽ അങ്ങനെ പറയുന്നുണ്ട്. ഞാൻ ഹദീസുകൾ അപ്പോൾ നമുക്കൊന്ന് റെഫർ ചെയ്തു. ഹദീസുകളിൽ ഇതിൽ ഉദ്ധരിച്ച 2 ഹദീസുകൾ, ഒന്ന് തിർമിദിയിലെ ഹദീസാണ്, പിന്നെ നസായിലെ ഹദീസാണ്, പിന്നെ ഇബ്നു മാജയിൽ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്, റഫറൻസ് നമ്പർ പറഞ്ഞിട്ടില്ല. അതിൽ തിർമിദിയിലുള്ള ഹദീസിൽ പറഞ്ഞത് ആദ്യം ഹജറുൽ അസ്വദ് വെള്ള നിറത്തിൽ, സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന കല്ലാണ് അത്. ആദ്യം വെള്ള നിറത്തിലായിരുന്നു, പക്ഷെ പാപങ്ങൾ കാരണം അത്, മനുഷ്യരുടെ പാപങ്ങൾ കാരണം അത് കറുത്ത നിറത്തിലായി എന്നുള്ളതാണ്. പക്ഷെ അവിടെ എവിടെയും ഈ പാപങ്ങൾക്ക് പുറത്തു കൊടുക്കും, ഹജറുൽ അസ്വദ് പുറത്തു കൊടുക്കുന്നു, കല്ല് പുറത്തു കൊടുക്കുന്നു എവിടെയും പറയുന്നില്ല. തിർമിദിയിലുള്ള ഹദീസ്. ഇനി നസായിലുള്ള ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട്. നസായിലുള്ള ഹദീസിലും ആകെ പറയണത് അതിനെ ചുംബിക്കൽ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാണെന്ന് മാത്രമാണ്. അല്ലാതെ കല്ല് ആരാണ് പുറത്തു കൊടുക്കുന്നത് എന്നല്ല കല്ല് പുറത്തു കൊടുക്കുന്നല്ല പറയുന്നത്, പടച്ചോന്റെ കൽപ്പനയാണ് ആ ചുംബിക്കൽ. പടച്ചോന്റെ കൽപ്പന അനുസരിക്കുന്നതിലൂടെ പടച്ചോൻ പുറത്തു കൊടുക്കുന്നുള്ളതാണ് അവിടെ പറയുന്നത്. അതെ, നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാണ്. ഇപ്പൊ നമ്മൾ വുളു എടുത്ത് നമ്മൾ നിസ്കാരത്തിന് മുമ്പേ നമ്മളെ ശരീരം അംഗശുദ്ധി വരുത്തി നമ്മൾ പള്ളിയിലേക്ക് നടന്നു പോവുകയാണെങ്കിൽ അത് പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാണ്. വെള്ളമാണ് പാപം പൊറുക്കുന്നത്. ചിലപ്പോൾ നമ്മളെ പള്ളിയിലേക്കുള്ള നടത്താണ് പാപങ്ങൾ പൊറുക്കുന്നതെന്ന് പറയാം. അപ്പം അതൊരു തെറ്റിദ്ധാരണയാണ്. ഇങ്ങനെയുള്ള പ്രവൃത്തികൾ ചെയ്താൽ പടച്ചോനാണ് പൊറുക്കുന്നത്. ഹജറുൽ അസ്വദിനെ ചുംബിച്ചാൽ പടച്ചോൻ പൊറുക്കുന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അവിടെ ജമിനിനോട് ചൂടാവാൻ. ഓക്കെ, ശരി. അപ്പം എൻ്റെ ചോദ്യം ഇതാണ്, ഹദീസുകളിൽ ഈ കല്ല് അള്ളാഹുവിന്റെ കൈയാണെന്ന് ഹദീസുകൾ പറയുന്നുണ്ടല്ലോ. അല്ല, ഹദീസുകളിൽ അങ്ങനെ പറയുന്നില്ല. ഹജറുൽ അസ്വദ് അള്ളാഹുവിന്റെ കൈയാണെന്ന് പരാമർശിക്കുന്ന ഹദീസുകൾ ഞാൻ കണ്ടിട്ടില്ല. തെളിവ് തന്നാൽ തിരുത്താമോ? തീർച്ചയായും, താങ്കൾക്ക് തെളിവ് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ അത് നൽകാം. അല്ലല്ല, ഞാൻ തെളിവ് തന്നു കഴിഞ്ഞാൽ ജെമിനി ഇപ്പൊ പറഞ്ഞത് തെറ്റാണെങ്കിൽ തിരുത്തുമോ? ഓ, തീർച്ചയായും. ഞാൻ നൽകിയ വിവരത്തിൽ എന്തെങ്കിലും തെറ്റുണ്ടെന്ന് താങ്കൾ തെളിവ് സഹിതം കാണിച്ചാൽ ഞാൻ അത് തീർച്ചയായും തിരുത്തും. കൃത്യമായ വിവരങ്ങൾ അറിയുന്നതിലാണ് എനിക്കും താല്പര്യം. ഓക്കെ, എന്നാൽ വെയിറ്റ് ചെയ്യൂ, ഞാൻ അതിനുള്ള റെഫറൻസ് എടുത്തു തരാം ജെമിനിക്ക്. 1 മിനിറ്റ്. തീർച്ചയായും, ഞാൻ കാത്തിരിക്കാം. ഓക്കെ, 1 മിനിറ്റ്, ഞാൻ എടുത്തോട്ടെ. കാത്തിരിക്കരുത്, സമയമെടുത്തോളൂ. ഞാനിവിടെ എന്താ ഞാനിവിടുണ്ട്. 1 മിനിറ്റ്. 20 minutes later. ശരി, ആർക്കെങ്കിലും ചോദിക്കാൻ കേട്ടോ. ഞാൻ ഇതിന്റെ റെഫറൻസ് ഒന്ന് തപ്പിയെടുത്തോട്ടെ. തീർച്ചയായും സമയമെടുത്തോളൂ. മറ്റുള്ളവർക്ക് എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ജമിനി, മുസ്ലിംകൾ ഹജറുൽ അസ്വദിനെ ആരാധിക്കുന്നുണ്ടോ? ചോദിച്ചോ, ഒന്നുകൂടെ ചോദിച്ചോ.
ജമിനി, മുസ്ലിങ്ങൾ അജറുൽ അസ്വദിനെ ആരാധിക്കുന്നുണ്ടോ? ഇല്ല, മുസ്ലിങ്ങൾ ഹജറുൽ അസ്വദിനെ ആരാധിക്കുന്നില്ല. ഇസ്ലാമിൽ ആരാധന അള്ളാഹുവിന് മാത്രമാണ്. ഹജറുൽ അസ്വദ് വിശ്വാസത്തിന്റെയും ഐക്യത്തിന്റെയും ഒരു പ്രതീകമാണ്. ഹജ്ജ് സമയത്ത് അതിനെ സ്പർശിക്കുന്നത് ഒരു ആചാരമാണ്. കഴിഞ്ഞോ? ഓക്കെ. അപ്പൊ ജെമിനി, ചോദ്യം ഇതാണ്: ഈ കല്ല് പാപം മോചിക്കുമെന്ന് അവിടെ മറ്റേത് എഴുതി കിട്ടിയില്ല. വെക്കുകയും കിട്ടിയില്ലാന്ന് തോന്നുന്നു. അപ്പോൾ ഈ പാപം മോചിക്കുവാൻ കഴിവുള്ള കല്ലിനെ പോയി മുത്തുകയും അതിന്റെ മുൻപിൽ സുജൂദ് ചെയ്യുകയും ചെയ്യുന്നത് ആരാധനയല്ലേ? ഇസ്ലാമിക രീതി അനുസരിച്ച് സുജൂദ് അള്ളാഹുവിന് മാത്രമാണ്. ഹജറുൽ അസ്വദിനെ സ്പർശിക്കുകയോ ചുംബിക്കുകയോ ചെയ്യുന്നത് ആരാധനയായി കണക്കാക്കപ്പെടുന്നില്ല, മറിച്ച് ഹജ്ജ് കർമ്മത്തിന്റെ ഒരു ഭാഗമായാണ്. ഹദീസുകളിലെ പരാമർശങ്ങൾ അള്ളാഹുവിന്റെ കാരുണ്യത്തിലേക്കും പാപമോചനത്തിലേക്കുമുള്ള ഒരു സൂചനയാണ്. താങ്കൾക്ക് ഇതിൽ കൂടുതൽ വ്യക്തത ആവശ്യമുണ്ടോ? ആവശ്യമുണ്ട്. ഞാൻ ഈ പറയുന്നത് കേൾക്കും. അതായത് ഒരു ഞാൻ മിനിറ്റ്. പറയണ കേക്ക് അതായത് ജമീനോട്. ഹദീസുകൾ വ്യക്തമായി പറയുന്നു ഈ കല്ല് പാപം മോചിക്കുമെന്ന്. കറക്റ്റ് അല്ലേ? അതെ, ഹദീസുകളുടെ നേരർത്ഥം അതാണ്. ഓക്കെ. താങ്കൾ ചൂണ്ടിക്കാണിച്ച ജെമിനി ഉത്തരം പറഞ്ഞു. ജെമിനി മുസ്ലിങ്ങൾ ഉണ്ടാക്കിയതാണോ ജെമിനി? അയ്യോ, ആണോ ജെമിനി? കാര്യായിട്ടല്ല. അല്ല, ജെമിനി ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ കാക്കാമാരെ പോലെയാ. ജെമിനി അങ്ങ് കാട് കയറി. അതിന് കുറ്റം കാക്കമാർക്കാണ് ജമീന്. അതിപ്പോ ശരിയാക്കി തരാം. ഓക്കെ. ജെമിനി, ഇസ്ലാമിക വിശ്വാസം അനുസരിച്ച് സുജൂദ് ചെയ്യുക, ഇല്ലെന്നുണ്ടെങ്കിൽ കുമ്പിടുക, പ്രോസ്ട്രേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ആരാധനയല്ലേ? അതെ, ഇസ്ലാമിക വിശ്വാസം അനുസരിച്ച് സുജൂദ് ആരാധനയുടെ ഒരു രൂപമാണ്. അത് അള്ളാഹുവിന് മാത്രമാണ് ചെയ്യേണ്ടത്. ഹജറുൽ അസ്വദിന്റെ മുന്നിൽ സുജൂദ് ചെയ്യാറില്ല, മറിച്ച് അതിനെ സ്പർശിക്കുകയോ ചുംബിക്കുകയോ ചെയ്യുന്നത് ഒരു ആചാരവും വിശ്വാസത്തിന്റെയും പ്രതീകവുമാണ്. ഓക്കെ, ശരി. അപ്പൊ എന്റെ ചോദ്യം ഇതാണ്: നിങ്ങൾ ഈ ഒരു സംഭവം പാപം മോചിക്കുമെന്ന് പറഞ്ഞ് നമ്മൾക്ക് ഇങ്ങനെ എടുക്കാം. ഹിന്ദു ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു വിഗ്രഹാരാധിയായിട്ടുള്ള ഒരാൾ, ഓക്കെ, ഒരു കല്ലിനെ തൊട്ട് അത് പാപം മോചിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് ഇല്ലെന്നുണ്ടെങ്കിൽ അതിനോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അത് വിഗ്രഹാരാധനയാണോ അല്ലയോ? അതെ, ഒരു വിഗ്രഹാരാധി ഒരു കല്ലിനെ തൊട്ട് അല്ലെങ്കിൽ അതിനോട് പ്രാർത്ഥിച്ച് പാപമോചനം നേടാൻ ശ്രമിക്കുന്നത് വിഗ്രഹാരാധനയായി കണക്കാക്കപ്പെടാം. കാരണം അവർ ആ കല്ലിൽ ദൈവികമായ ശക്തിയുണ്ടെന്ന് വിശ്വസിക്കുന്നു. എന്നാൽ ഇസ്ലാമിൽ ഹജറുൽ അസ്വദ് ആരാധനാമൂർത്തിയല്ല, മറിച്ച് വിശ്വാസത്തിന്റെയും ഐക്യത്തിന്റെയും പ്രതീകം മാത്രമാണ്. ഓക്കെ, ശരി. തുല്യം പാറുക. റഷീദ് അവരൊന്ന് മ്യൂട്ട് ചെയ്തേ. റഷീദ് അവിടെ ഒന്ന് മ്യൂട്ട് ചെയ്തേ. ഓക്കെ. അപ്പോ എയോട് ഭയങ്കരമായ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് തോന്നുന്നത്. അപ്പൊ അവസാനം ജമിനി മുസ്ലിമായി. മുസ്ലിങ്ങൾ ഉണ്ടാക്കിയ കാക്കമാരുണ്ടാക്കിയതാണെന്ന് വെച്ച് ഒരു യഥാർത്ഥത്തിൽ ആളുകൾക്ക് ചിന്തിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. കാരണം ഒരു ഭാഗത്ത് നിരീശ്വരവാദികൾ കുറെ നേരം ജമിനിനോടും അതുപോലെ ഗ്രോക്കിനോടും ചാറ്റ് ജിപിനോടും യുദ്ധം ചെയ്തു. ഇപ്പം ഇസ്ലാം തെറ്റാണ് അല്ലെങ്കിൽ ഇസ്ലാമിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെന്ന് സ്ഥാപിക്കാൻ വേണ്ടി വേറെ ചില ആളുകൾ ഇങ്ങനെയുള്ള പണികൾ ചെയ്യുന്നു. ഇതിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇവർ മുമ്പ് പറഞ്ഞിരുന്ന വലിയ കാര്യം അതിൽ പറഞ്ഞൊരു കാര്യമാണ്, ഇന്റർനെറ്റ് വന്നാൽ ഇസ്ലാം ഇല്ലാതാകും. യഥാർത്ഥത്തിൽ AI വന്നതോടുകൂടി AI പറയുന്ന എല്ലാ കാര്യങ്ങളും ഒരു നിലക്കും തെറ്റില്ല എന്നല്ല നമ്മൾ പറയുന്നത്. സോഴ്സസ് അനുസരിച്ച് എന്തുണ്ടാവും, ചില തെറ്റുകളൊക്കെ സംഭവിക്കാം. പക്ഷേ ഇവിടെ പറയുന്നത് കുറച്ചുകൂടിയൊക്കെ ഒരു വൈഡായി എന്ത് ചെയ്യാൻ പറ്റും, സോഴ്സസ് ആക്സസ് ചെയ്തുകൊണ്ട് ഒരു മറുപടി കൊടുക്കാൻ AI ചാറ്റ് ബോട്ടുകൾക്കൊക്കെ പറ്റുന്ന അത്രയും ചെറിയൊരു കാര്യം നടക്കുമ്പോൾ തന്നെ ഇസ്ലാമുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവരൊക്കെ ഉണ്ടാക്കുന്ന തെറ്റിദ്ധാരണകൾക്കൊക്കെ നമ്മളൊന്നും ഇനി ഇതിൽ ഇടപെടേണ്ടതില്ലാത്ത രൂപത്തിൽ എന്ത് ചെയ്യാണ്, AI തന്നെ അതിന് മറുപടികൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് തന്നെ ചിന്തിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് ധാരാളമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതെ, ഇപ്പോൾ AIകൾക്ക് തെറ്റ് പറ്റും. ഇപ്പോൾ ഈ ഉത്തരത്തിൽ തന്നെ ചിലപ്പോൾ തെറ്റുകളുണ്ടാവും. പക്ഷേ ഇവർക്ക് മറുപടി കൊടുക്കാൻ ഇത് മതി. ഇവരുടെ നിലവാരത്തിനുള്ള മറുപടി ജെമിനി മതി എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഏതെങ്കിലും AI ചാറ്റ് ബോട്ടുകൾ മതി എന്നുള്ളതാണ്. സത്യം പറഞ്ഞാൽ ഇപ്പം ഇവരുടെ ഒരു നിലവാരം കൂടിയാണ് അത് കാണിക്കുന്നത്. ഒരു AIനോട് ചോദിച്ചിട്ട് വേണം ഇവർക്ക് ഇവരുടെ ആദർശം സ്ഥാപിക്കാൻ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിമർശിക്കാൻ. നമ്മളാരും അങ്ങനത്തെ പണിക്ക് പോകാറില്ല. നമ്മൾ എന്തെങ്കിലും വിമർശിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് തെളിവുകൾ, റെഫറൻസുകൾ വെച്ചിട്ട് നമ്മൾ തന്നെ അതിനെ വിമർശിക്കും. ഒരു AIക്ക് പണി കൊടുക്കേണ്ട ആവശ്യമില്ല.
ഇത് AI-ക്ക് പണിയെടുത്ത് സ്വയം മുക്കല് സ്വയം പണി വാങ്ങുന്ന വാങ്ങാന്നുള്ള ഒരു വല്ലാത്തൊരു സർക്കസാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ത്തോളം കുറച്ചുകൂടെയൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഇതൊക്കെ ഉപകാരപ്പെടും എന്നുള്ളത് മാത്രമാണ് പറയാനുള്ളത്. കാരണം ഈ ഹദീസുകൾ വളരെ സിമ്പിളായിട്ട് അവൈലബിൾ ആണ്. ആ ഹദീസുകൾ വെച്ചിട്ടാണ് പറയുന്നത് ഒരിക്കലും മുസ്ലിങ്ങൾക്ക് കല്ലിനെ പോയിട്ട് ഒന്നിനെയും ആരാധിക്കാൻ പറ്റില്ല. മുസ്ലിങ്ങൾ അതിൻ്റെ എല്ലാത്തിൻ്റെയും സൃഷ്ടാവിനെ മാത്രമേ ആരാധിക്കുകയുള്ളൂ. അതൊരു അടിസ്ഥാനപരമായിട്ടുള്ളൊരു കാര്യമാണ്. കല്ല് പാപം പൊറുക്കില്ല. കല്ലിനെ എന്തെങ്കിലും ഒരു ആചാരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തൊടണം അല്ലെങ്കിൽ മുത്തണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പടച്ചവൻ പറഞ്ഞതുകൊണ്ടാണ്. മഹാനായ ഉമർ റളിയല്ലാഹു പറഞ്ഞല്ലോ, കല്ലേ നീ വെറും ഒരു കല്ല് മാത്രമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് നബി വഹി മുഖേന പറഞ്ഞിട്ടില്ലായിരുന്നെങ്കിൽ നീ കേവലം ഒരു കല്ല് മാത്രമാണ് എന്ന് ഉമർ റളിയല്ലാഹു പറഞ്ഞായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ആ നിലക്ക് മാത്രമാണ്. എന്തിനെങ്കിലും പ്രത്യേകത വഹി മുഖേന ദിവ്യ ബോധനങ്ങൾ മുഖേന എന്തിനെങ്കിലും പ്രത്യേകമായി പരിഗണിക്കണം അല്ലെങ്കിൽ പിന്നെ പ്രത്യേകതയുണ്ട് എന്ന് പറഞ്ഞാലല്ലാതെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിന് ഏതെങ്കിലും തരത്തിലൊരു പ്രത്യേകത കൽപ്പിക്കില്ല. ആ പ്രത്യേക മക്കയിലേക്ക് നമ്മൾ പോകുന്നത്, മക്കയിലേക്ക് നമ്മൾ പോകുന്നതിന്റെ അർത്ഥം നമ്മൾ മക്കയെ ആരാധിക്കല്ല, കഅബയെ ആരാധിക്കല്ല. അതേപോലെ സഫ മറുവക്കിടയിൽ നിന്ന് നടത്തം, ഇതൊന്നും നമ്മൾ ഇതിനെ ആരാധിക്കല്ല. നേരെ മറിച്ച് അത് നമുക്ക് ചില ക്രമങ്ങൾ പറഞ്ഞു. അതുപോലെ ചെയ്താൽ അള്ളാഹുവിൽ നിന്ന് നമുക്ക് പ്രീതി ലഭിക്കും. അള്ളാഹുവിന്റെ പ്രീതി ലഭിച്ചാൽ സ്വാഭാവികമായിട്ടും അള്ളാഹു നമ്മുടെ പാവങ്ങൾ പൊറുക്കുകയും നമ്മുടെ നന്മകൾ രേഖപ്പെടുത്തുകയൊക്കെ ചെയ്യും എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം. നമ്മൾ എന്ത് സൽക്കർമ്മം ചെയ്യും, ഇപ്പോൾ നേരത്തെ ബലീൻ്റെ കാര്യം പറഞ്ഞു, ബലിമൃഗത്തെ അറക്കുമ്പോഴും നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ രക്തം കൊണ്ടല്ല നമ്മുടെ പാപം പൊറുക്കപ്പെടുന്നത്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണം കൊണ്ടല്ല. ബലിമൃഗമല്ല നമ്മുടെ പാപങ്ങൾ പൊറുക്കുന്നത്, നേരെ മറിച്ച് അള്ളാഹുവാണ് പൊറുക്കുന്നത്. അള്ളാഹുവിന് നമ്മളെക്കുറിച്ച് സംതൃപ്തി ഉണ്ടായാൽ അതാണ് നമ്മൾ. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം ഇവരുടെ അറിവില്ലായ്മയാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം, ഒരു റെഫറൻസ് നോക്കാൻ പോയിട്ട് ആകെ കുടുങ്ങി. ഏത് അള്ളാഹുവിന്റെ കൈയാണ് ഹജറുൽ അസ്വദ് എന്ന ഹദീസിലല്ലേ. അപ്പൊ ജമിനി പറഞ്ഞു എനിക്കറിയില്ല അങ്ങനത്തെ ഒരു ഹദീസ് ഒന്നും. അപ്പോൾ ഞാൻ തെളിവ് കൊണ്ടത് സ്വീകരിക്കും. തെളിവ് കൊണ്ടുവരാൻ കുറെ അങ്ങനെ അടിച്ചു നോക്കി കീബോർഡ്, പക്ഷെ ഒന്നും കിട്ടിയില്ല. പിന്നെ അതൊന്ന്. രണ്ടാമത്തെ വിവരക്കേട്, ഹജറുൽ അസ്വദിന്റെ മുന്നിൽ സുജൂദ് ചെയ്യുന്നില്ലേ. ഇതൊക്കെ ഒരു ബേസിക് സാധനം അറിയുന്ന ഒരു മുസ്ലിങ്ങളെ ബേസിക് കാര്യങ്ങൾ അറിയുന്ന ആരും പറയുന്ന വർത്താനല്ല. അപ്പോൾ ഇസ്ലാം വിമർശകരുടെ ഒരു നിലവാരം കൂടി, അവർ വിമർശിക്കുന്ന കാര്യത്ത് പോലും അവർക്ക് കൃത്യമായിട്ട് അറിയില്ല എന്നുള്ളൊരു സംഭവം കൂടി ഇതിൽ കാണുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പം കാര്യങ്ങൾ കുറച്ചുകൂടി ഇത്തരത്തിലുള്ള സാങ്കേതിക വിദ്യകൾ അതിലൊരു തരത്തിലും അബദ്ധങ്ങൾ ഉണ്ടാവില്ല എന്നല്ല പറയുന്നത്, വീണ്ടും ആവർത്തിക്കുകയാണ്. അതിലൊക്കെ അതിൽ വരുന്ന വിവരങ്ങൾ തീർച്ചയായും നമ്മൾ ക്രോസ് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. പക്ഷേ വളരെ ബാലിശമായിട്ടുള്ള ഇത്തരം കാര്യങ്ങൾക്ക് ഇത്തരം ചാറ്റ് ബോട്ടുകൾ തന്നെ ധാരാളം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ നിരീശ്വരവാദികൾക്ക് ശേഷം ക്രിസംഗികളും ജെമിനിയോടും ഗ്രോക്കിനോടൊക്കെ പടവെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിതിങ്ങനെ ഗാലറിയിൽ നിന്ന് കാണുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഏതായാലും വിവരം കൂടുതൽ ആക്സസിബിൾ ആകുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് ലോകം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് അത്തരം കാര്യങ്ങളെ പോസിറ്റീവായി ഉപയോഗിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.